ഹല്ലേലൂയ. സ്തോത്രം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ബലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ബലശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ നിസ്തുല്യ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പില് എളിയവനൊരു സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സ്തോത്രം ആന്റി, സ്തോത്രം ബീന ആന്റിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങൾ വിളിക്കുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തില് എല്ലാവരും ഒത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് എന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ പലയിടത്തും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. നമ്മളെല്ലാവരും പല സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ദൈവവചനം പറഞ്ഞതുപോലെ ദൂരസ്ഥരായിരിക്കുന്നു എങ്കിലും സമീപസ്ഥരായി വരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ആരുടെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കാം. സ്തോത്രം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം തമ്പുരാന് എനിക്ക് ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. സ്തോത്രം. ഇതേപോലുള്ള കൂട്ടായ്മകളൊക്കെ പലയിടത്തും ഇങ്ങനെ സ്തോത്രം പലയിടം നിന്നു പോയിട്ടുണ്ട്. ഇന്ന് പലയിടത്തും അവിടെ പ്രാർത്ഥനകളൊക്കെ വലിയ നല്ല രീതിയിലൊക്കെ തുടങ്ങുന്നിടത്തൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ സ്തോത്രം ഊർജ്ജസ്വലതയോടെ പ്രഭാതത്തിൽ ഇന്ന് വന്നിരുന്ന ഒത്തിരി സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ വന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഈ ഫെലോഷിപ്പ് ഏറ്റവും അനുഗ്രഹമായി തീരും. സ്തോത്രം. നിശ്ചയമായും ഇതിന് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വന്നിരിക്കുന്നവർക്കൊക്കെ ഇതൊരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു ചിന്തയ്ക്കായിട്ട് ഒത്തിരി വചനമായിട്ട് ഞാൻ എടുക്കുന്നില്ല. സാക്ഷ്യം പറഞ്ഞ് ഒത്തിരി ചിലപ്പോൾ സമയം നമ്മൾ പറഞ്ഞു തന്ന സമയത്തിൽ നിന്നൊക്കെ ഒത്തിരി പരിമിതി വിട്ടു പോകും. അതുകൊണ്ട് ചെറിയ ചിന്ത മാത്രം ഒന്ന് പങ്കുവെച്ചുകൊണ്ട് സ്തോത്രം ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. യോന പ്രവാചകൻ എഴുതിയ ഒരു പുസ്തകത്തിലെ യോനയുടെ പുസ്തകത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യോനയുടെ പുസ്തകത്തിൽ സ്തോത്രം. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷെ നമ്മെ കടാക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രികൾ ഞങ്ങൾ കിടന്നുറങ്ങി. ഈ പ്രഭാതം കാണുമോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചു. എങ്കിലും ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ഈ പ്രഭാതം കാണുവാനുള്ള കൃപ തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഒപ്പ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണം. വചനം തന്നെ മക്കളോട് സംസാരിക്കണം. കർത്താവെ, അപ്പൊ ആ സ്തോത്രം. അവിടെ എളിയവന് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കർത്താവെ, ശുശ്രൂഷിക്കുമ്പോൾ ചെയ്യുമ്പോൾ അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ നിന്ന് കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷിക്കാൻ ദൈവം സഹായിക്കുന്നതിനായി തന്റെ മക്കൾക്ക് അതൊരു അനുഗ്രഹം തീരണം. അനുഗ്രഹം
സഹായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്തിനായുള്ള ല്ല ദൈവത്തിന്റെ വചനങ്ങൾ മക്കൾ കൊടുക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. അനുഗ്രഹമായി തിരുവാൻ സ്വർഗം സഹായിക്കണം. ഞങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം കർത്താവെ. ഹല്ലേലൂയ. നെറ്റുകൾ കർത്താവെ ഒരു തടസ്സം കൂടാതെ ദൈവമേ സ്തോത്രം അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയം നുറുങ്ങിയവര്, ഭാരം ചുമക്കുന്നവര്, കഷ്ടതയിൽ, പ്രയാസങ്ങളിൽ, കടബാധ്യതകളിൽ, അനേക വിഷയങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതലായി തീരണം കർത്താവെ. അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങൾ മേൽ വ്യാപരിച്ച് കർത്താവെ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ വചനത്തെ അനുഗ്രഹിച്ച് നൽകുന്നതിനായി സ്തോത്രം. തന്റെ മക്കളോട് സംസാരിക്കണം കർത്താവെ. ഹല്ലേലൂയ. വചനത്തിലൂടാണെങ്കിൽ അത് അങ്ങനെ, ഒരു കൈവെപ്പിനാലാണെങ്കിൽ അങ്ങനെ, കർത്താവെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അത് അങ്ങനെ. കർത്താവെ ഓരോ വ്യക്തികൾക്കും ദൂതുകൾ വെളിപ്പെടട്ടെ. ഉടമനദന, രഗക്ഷരാധന, ഹസ്തരേരികൾ, ഭ്രമണതന ഘടകം, മധുരീമന ഘടകം ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയട്ടെ കർത്താവെ. ഹല്ലേലൂയ. ശാരീരികമായ ക്ഷീണങ്ങളും തളർച്ചകളും മാറട്ടെ കർത്താവെ. സ്തോത്രം. വലിയ രോഗത്താൽ ഭാരപ്പെടുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും കർത്താവെ സ്തോത്രം അത് കേൾക്കാതെ നടക്കുന്നവർക്ക് ഒരു വിടുതലായി തീരട്ടെ. ദൈവത്തിന്റെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മിനിസ്ട്രിയെ ഓർത്ത് സ്തോത്രം, പ്രിയദാസിയെ ഓർത്ത് സ്തോത്രം. അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവിക കൃപ കൊണ്ട് കേട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോനയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ചരിത്രം പറയുന്നത്, യോനയെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം, ഇസ്രായേൽ വളരെ കാലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു യോന. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. താൻ അനേകർക്ക് വളരെ ആശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിന് വ്യതിചലിക്കുന്ന യാതൊരു കാര്യവും ഈ യോന ചെയ്യാറില്ല. സ്തോത്രം. അനേകർ ദേശക്കാർക്കൊക്കെ സ്തോത്രം ഹല്ലേലൂയ ഏതെങ്കിലും വിഷയങ്ങളൊക്കെ ഭാരപ്പെടുമ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് നല്ല സ്തോത്രം ആശ്വാസ വാക്കുകളൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു യോന. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു വിഷയവും അദ്ദേഹത്തിനോട് കൊണ്ടുവരുമ്പോൾ പുള്ളി പരിഹരിക്കുമായിരുന്നു. പുള്ളി അതിന് സ്തോത്രം വേണ്ടതായുള്ള സ്തോത്രം ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴി നടത്തുന്ന ഒരു നല്ല ഒരു ഭക്തനായ ഒരു മനുഷ്യൻ. സ്തോത്രം. അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു യോന. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നിനവെ പട്ടണം എന്ന് പറയുന്ന പട്ടണം നമുക്കറിയാം, മൊത്തം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ് നിനവെ പട്ടണം. സ്തോത്രം. പാപം കൊണ്ട് മൂടിയിരിക്കുക, സകലരും പാപം ചെയ്തു ഇരിക്കുക. ദൈവത്തിനു പോലും ഇരിക്കാൻ പറ്റാത്ത തലത്തിൽ, ദൈവത്തിനു പോലും അസ്വസ്ഥതപ്പെടുന്ന തലത്തിൽ നിനവെ പട്ടണം സ്തോത്രം അല്ലെങ്കിൽ എന്ത് ചെയ്ത് പാപത്തിന്റെ വഴിയിൽ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം അവിടെ പറഞ്ഞു കൊടുക്കാനാൽ അല്ലെങ്കിൽ അവിടെ ഒരു സുവിശേഷം പറയുവാനായിട്ട് സ്തോത്രം ദൈവത്തിനൊരു ഇഷ്ടം തോന്നിയത് യോനയായിരുന്നു. അങ്ങനെ ഇരിക്കെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന യോന സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് മനസ്സിലായി ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടാൽ അവിടെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ യോന എന്ത് ചെയ്തു? സ്തോത്രം. നിനവേലേക്ക് പോകാനുള്ള സ്തോത്രം നിനവേ പോകണമെന്നുള്ള ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ഒരിക്കൽ യോനയോട് ദൈവം പറഞ്ഞു, സ്തോത്രം, യോനെ നീ നിനവേലേക്കൊന്ന് പോകണം. നിനവേൽ ചെന്ന് അവരുടെ പാവങ്ങൾ എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു, 40 ദിവസം കഴിയുമ്പോൾ ഉന്മൂല നാശം വരുമെന്ന് നീ അവിടെ പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ സ്തോത്രം യോന ചെയ്തത് സ്തോത്രം ഭയത്തിലായി ഒത്തിരി ഭയമായി തീർന്നു അദ്ദേഹത്തിന്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദൈവ ശബ്ദമാണ് കേട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദമാണ് കേട്ടിരിക്കുന്നത്. ഇത് എങ്ങനെ പോകും? അവിടുത്തെ പാപം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇവിടെ ചെന്നാൽ സ്തോത്രം ഇസ്രായേൽ രാജ്യത്തിന്റെ അയൽ രാജ്യമായി കിടക്കുന്ന നിനവേലോട്ട് എങ്ങനെ പോകാൻ സാധിക്കും? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി എന്തായി തീരും, എന്നെ ഉപദ്രവിക്കത്തില്ലയോ സ്തോത്രം എന്നുള്ള സ്തോത്രം ഒരു ഭയത്തിലായിരുന്ന സ്തോത്രം യോന എന്ത് ചെയ്തു? സ്തോത്രം ദൈവത്തിന്റെ ശബ്ദത്തെ താൻ നിരസിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. താൻ ദൈവത്തിന്റെ ശബ്ദത്തെ നിരസിച്ചുകൊണ്ട് താൻ എന്ത് ചെയ്യാമോ? താൻ തർശീശിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. സ്തോത്രം.
ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്ന സ്തോത്രം ഇന്ന് നമുക്ക് മനസ്സിലായിട്ട് ദൈവശബ്ദമാണോ കേട്ടിരിക്കുന്നതെന്ന്. സ്തോത്രം. ഇഷ്ടംപോലെ പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും എല്ലാം ഉണ്ട്, കൺവെൻഷനുകളുണ്ട്, സ്തോത്രം, ഉപവാസ പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമുക്ക് മനസ്സിലാകാത്തത് ഇത് പറഞ്ഞത് ദൈവം തന്നെയാണോ എന്നുള്ളത് ഇന്നും സംശയത്തിലായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് പകല് സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയരെ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവശബ്ദം നമുക്കൊന്ന് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ദൈവശബ്ദം തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് വിവേചിച്ചു അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പകല് ഇന്നത്തെ സൂം മീറ്റിംഗ് അതങ്ങനായി തീരട്ടെ. സ്തോത്രം. ഓരോ വ്യക്തി ജീവിതത്തിനും അതങ്ങനായി തീരട്ടെ. പലപ്പോഴും ദൈവശബ്ദം നാം കേട്ടതാ. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ദൈവശബ്ദം നാം കേട്ടിട്ട് സ്തോത്രം ദൈവത്തിന്റെ ശബ്ദമാണോ എന്ന് പോലും ഗ്രഹിക്കാതെ ദൈവശബ്ദം കേട്ടറിഞ്ഞിട്ടും സ്തോത്രം അതുപോലും നിരസിച്ച് പല തന്നിഷ്ടത്തിലേക്ക് പോകുന്ന ഉടമന ധനാരകക്ഷരാധന ജീവൽ ഭ്രമണധന ഘടകം മധുരീമന ഘടകം ഇന്ന് വന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരും. നിശ്ചയമായും ഇന്ന് വന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരും. ചില നിയമങ്ങൾ, ചില സ്തോത്രം അല്ലെ തീരുമാനങ്ങൾ ഇന്ന് എടുക്കാവോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്തോത്രം ഇന്ന് നമ്മൾ ഉണർന്ന സ്തോത്രം ഈ പ്രഭാതത്തിൽ ഇന്നൊരു തീരുമാനങ്ങൾ എടുക്കാവോ? സ്തോത്രം. ദൈവം അല്പങ്ങൾ ജീവിതത്തിൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോനെ സംബന്ധിച്ച് താൻ ശബ്ദം ഇത് ശബ്ദം തന്നെയാണെന്ന് താൻ കേട്ടു. താൻ പോയത് തർശീശിലേക്ക് പോകുവാൻ. താൻ കപ്പലിന്റെ അടിത്തട്ടിൽ ആരും കാണാതെ ഇരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പലരും നമ്മുടെ സഭകളിലേക്ക് വരുമ്പോൾ സ്തോത്രം ഏതൊരു വിഷയമുണ്ടെന്ന് പറഞ്ഞാലും ശരി ആരും തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. സ്തോത്രം. വരും, പ്രാർത്ഥനയ്ക്ക് വരും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, സ്തോത്രം മീറ്റിങ്ങിന് വരും, സ്തോത്രം എല്ലാത്തിനും സംഭവം വരും. പക്ഷെ ഒരു കാര്യത്തിനും ഇടപെടാൻ നിൽക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എവിടെങ്കിലും ഒരു സൈഡിൽ പോയി ഒതുങ്ങിയിരിക്കുന്ന ആരെ നമ്മൾ കണ്ടിട്ടില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യോന എന്ത് ചെയ്തു? ആരോടും ഒരു പരിഭവമില്ലാതെ ഇദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുക? സ്തോത്രം കപ്പലിന്റെ അടിത്തട്ടിലേക്ക് വന്ന് കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്തോത്രം ദൈവശബ്ദം കേട്ടിട്ട് ദൈവശബ്ദമാണെന്ന് അറിഞ്ഞിട്ട് ഒരു വ്യക്തി സ്തോത്രം ഹല്ലേലൂയ വ്യതിചലിച്ചു പോയതാ. സ്തോത്രം. അതും എവിടെ? കപ്പലിലേക്ക് പോയതാ. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഓളങ്ങളും തിരമാലകളുമുള്ള സ്തോത്രം കപ്പലിലേക്ക് യാത്ര ചെയ്യുമ്പോഴാ സ്തോത്രം എന്ത് ചെയ്തു? കപ്പലിന് എന്ത് സംഭവിച്ചു? സ്തോത്രം അപകടം സംഭവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ആര് മുഖാന്തരം ഉണ്ടായി എന്ന് കപ്പിത്താൻ അന്വേഷിച്ചിറങ്ങിയ. പക്ഷെ ഇദ്ദേഹം ഇവിടെ ചെന്നിരിക്കുക, ഉറങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകല് ഇന്ന് ഉണർന്നിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, പിതാക്കന്മാരെ, മാതാവേ, സഹോദരങ്ങളെ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവ ശബ്ദം കേട്ട് സ്തോത്രം വ്യതിചലിച്ചു പോയാൽ പ്രാർത്ഥിക്കുവാൻ സ്തോത്രം നിയോഗം കിട്ടിയാൽ പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഒരു മീറ്റിങ്ങിൽ കയറുവാൻ സ്തോത്രം ഹല്ലേലൂയ താല്പര്യം എന്നാ കയറിക്കോണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് വേണോ വേണ്ടായോ എന്നുള്ളൊരു ചടലൊക്കെ വേണ്ട. സ്തോത്രം. അവരല്ലോ ശുശ്രൂഷിക്കുന്നേ, ഇവരല്ലയോ ശുശ്രൂഷിക്കുന്നേ? നോ, അതൊന്നും നമ്മുടെ ഹൃദയത്തിൽ വരരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് മീറ്റിംഗ് നടത്തുന്നു, ആര് പ്രസംഗിക്കുന്നു, ആരുടെ മിനിസ്ട്രിയോ സ്തോത്രം അതൊന്നും മുഖ്യമല്ല. ആരെ കുറിച്ചാ പറയുന്നത് അതാണ് നമുക്ക് മുഖ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം പ്രിയരെ, സ്തോത്രം ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് സ്തോത്രം ഹല്ലേലൂയ ഒരു അനുഗ്രഹമായി തീരട്ടെ നിങ്ങൾക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ മുടക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന നമ്മൾ മുടക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ വന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. യോന കപ്പൽ തട്ടിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങുക. സ്തോത്രം. കപ്പലിന്റെ നിയന്ത്രണം തെറ്റി. ഇതാര് മുഖാന്തരം ഉണ്ടായി? ഇത് എങ്ങനെ സംഭവിച്ചു? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ കപ്പിത്താൻ വരുമ്പോൾ ഇദ്ദേഹം അടിത്തട്ടിൽ കിടന്നുറങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, സ്തോത്രം നമ്മൾ ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമായി. ഹല്ലേലൂയ. സ്തോത്രം. കപ്പിത്താൻ വന്ന് ഹല്ലേലൂയ സ്തോത്രം യോനോട് വിളിച്ചോ, നീ ഉറങ്ങുന്നത് എന്ത്?
സകലരും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കപ്പലിന്റെ നിയന്ത്രണം വിട്ട് ആ പ്രശ്നങ്ങളായിരിക്കുമ്പോൾ നീ എന്തിനാ കിടന്ന് ഉറങ്ങുന്നേ? സ്തോത്രം, ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാ. സ്തോത്രം, ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. ഇന്ന് പകല് സ്തോത്രം, ഹല്ലേലൂയ, നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രാർത്ഥനയാണ് സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലം. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞോ പ്രയാസങ്ങൾ ഏറെ വരും. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കാതിരിക്കാൻ ദുഷ്ടങ്ങൾ കൊണ്ടിടും. ഹല്ലേലൂയ. പല ബിസി ആക്കിക്കൊണ്ടിടും. ആണെങ്കിൽ ജോലി തിരക്ക്, അതെല്ലാം മറ്റുള്ള തരത്തിലാണെങ്കിൽ അങ്ങനെ. സ്തോത്രം, അല്ലെങ്കിൽ എന്തിനാ? കാരണം നമ്മൾ പ്രാർത്ഥിക്കരുത്. നന്നായി പ്രാർത്ഥിച്ചവരായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ പ്രാർത്ഥന കൊണ്ടിടുന്ന ഒരു വ്യാപാര ശക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ അത് പൊട്ടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉണർന്ന് പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നത് സ്തോത്രം, നിങ്ങൾ പരീക്ഷയിൽ കടപ്പാതിരിപ്പാൻ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. സ്തോത്രം, നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് ഉണർന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുമെന്ന ദൈവവചനം പറയുന്നത്. സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അത്യാവശ്യമാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ചുമത്തിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം, ഒരുമനപ്പെട്ട് ഒരു വിഷയം നമ്മുടെ വിഷയമാണ് ഏറ്റെടുത്ത് സ്തോത്രം നാം പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളായി തീർന്നു പ്രിയരെ. ഇന്ന് നാം കാണുന്ന സ്തോത്രം അനർത്ഥങ്ങളും ആപത്തുകളും ഒക്കെ ഇന്ന് പലയിടത്തും നടക്കും, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതമായിട്ടുള്ള പാരമ്പര്യത്തിൽ തന്നെ ക്രിസ്ത്യാനിത്യം പറയുന്ന കുടുംബങ്ങൾ തന്നെ ഹല്ലേലൂയ എന്തൊക്കെ വിഷയങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്ന് ആഞ്ഞടിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ടാ? സ്തോത്രം, പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണോ? പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ? സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പ്രതികൂലങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്തുവാ? നമ്മൾ ഉണർന്നു പ്രാർത്ഥിക്കണം. എന്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ. ലോകത്ത് നമുക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. ഈ കഷ്ടതയെ ജയിച്ചിരിക്കുന്നവനാണ് നാം ആഗ്രഹിക്കുന്ന, നാം സേവിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തെ ജയിച്ച ഒരു ദൈവത്തെയാ പ്രിയപ്പെട്ടവരെ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ദൈവം ഈ ലോകത്തെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച, ഹല്ലേലൂയ, ലോകത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തെയാ നാം ഹല്ലേലൂയ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ സ്തോത്രം കല്ലുകളോ അല്ലെങ്കിൽ മുള്ളുകളോ തൂണിലോ തുരുമ്പിലോ ഇരിക്കുന്ന ഹല്ലേലൂയ ആക്രിക്കാരനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച, ഹല്ലേലൂയ, ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ് ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതിക്രമങ്ങളിലും പാപങ്ങളിലും കിടന്ന നമ്മെ ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ നമ്മുടെ രക്തം, അവന്റെ രക്തം അല്ലെങ്കിൽ നമുക്ക് ഊറ്റിത്തന്ന് ഹല്ലേലൂയ അവസാനത്തുള്ള രക്തം തന്ന് കാൽവറി ക്രൂശി മരിച്ച ദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തെ നമുക്ക് ഹല്ലേലൂയ സേവിക്കാതിരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, രണ്ട് വ്യക്തികൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം, ഒരുവൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. സ്തോത്രം, ഹല്ലേലൂയ. പരീശന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്രം മറ്റുള്ളവരെ സ്തോത്രം, അതിനകത്ത് വായിക്കുന്നത് രണ്ട് മനുഷ്യൻ. സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, രണ്ട് മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം ഈ മനുഷ്യനെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാഴിക നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ സ്തോത്രം ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. സ്തോത്രം. നോക്കിക്കേ, 2 മനുഷ്യരാ, ഒരു ചുങ്കക്കാരനും പരീശനും. ഹല്ലേലൂയ. സ്തോത്രം. ചുങ്കക്കാരൻ സ്തോത്രം പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ സ്തോത്രം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാ പ്രാർത്ഥിക്കുന്നത്. അവൻ പറഞ്ഞു കേട്ടില്ലയോ? അവന്റെ കൂടെ നിന്ന പരീശനെ കുറ്റപ്പെടുത്തിയാ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ചുമത്തിയും മറ്റുള്ളവരുടെ കുറവുകളെ പറഞ്ഞു അല്ലേ നാം പലരും പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകല് സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കുറവുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് ഈ പകല്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് 1000 ഗുണങ്ങളുണ്ടെന്ന് കരുതി
ഒരു കുറവും നമുക്കില്ല എന്ന് കരുതരുത്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ചില കുറവുകളായിരിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടാത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ 1000 ഗുണങ്ങൾ കാണാം. സ്തോത്രം. 1000 കുറവുകൾ കാണാം. ഹല്ലേലൂയ. എന്നാൽ ഒരു ഗുണമായിരിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഹല്ലേലൂയ, കർത്താവ് എന്റെ കുറവുകളെ നീ ഒന്ന് ക്ഷമിക്കണമേ, എന്റെ കുറവുകളെ നീ ഒന്ന് ക്ഷമിച്ചു തരണമേ എന്ന്? ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ക്രൂശ കിടക്കുന്ന കള്ളനെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം. പറയാൻ കുറവുകൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അവന് പറയാൻ കുറവുകൾ മാത്രമേ ഉള്ളൂ. മോഷണവും പിടിച്ചു പറയും എല്ലാം ഉണ്ട്. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ഒന്ന് കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ സൃഷ്ടിച്ച ദൈവം, സകല ചരാചരങ്ങളിൽ സൃഷ്ടിച്ച ദൈവമാണ് എന്റെ നടുവിൽ കിടക്കുന്നത് എന്ന്. സ്തോത്രം. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന്. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് അവൻ പർദീസയിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവറിയ, ഇന്ന് നീ പർദീസയിൽ ഇരിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കുറവുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ അതൊരു വിടുതല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥനയിൽ മുന്നേറണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന ഒരുമനപ്പെട്ടാണെങ്കിൽ പലരും പല തരത്തിൽ, ഹല്ലേലൂയ, ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ പലരും പല തരത്തിലാകുമ്പോൾ അതിന് വിടുതൽ കാണിയല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഒരുമനപ്പെട്ടെന്ന് പ്രാർത്ഥിച്ച്, സ്തോത്രം, പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിടുതൽ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സഭ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, പത്രോസിന്റെ അടുത്ത് ഹല്ലേലൂയ ദൂതൻ ഇറങ്ങിയിട്ട്, ഹല്ലേലൂയ, നീ അരകെട്ടി, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മുറുക്കുക, ഹല്ലേലൂയ, സ്തോത്രം, പുതപ്പും എടുത്ത് നടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഈ പകല് ഒന്ന് അനുസരിക്കാവോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവശബ്ദം ഒന്ന് അനുസരിക്കാവോ? ഹല്ലേലൂയ. ദൈവശബ്ദമാണെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളൊന്ന് വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഹല്ലേലൂയ ഒന്ന് അനുസരിക്കാവോ? ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തികൾ എന്ന് വെളിപ്പെടും. ഹല്ലേലൂയ. ഇനി വേണ്ടത് ഒരു വിവേചനമാണ്. വ്യക്തികളെ വിവേചിക്കേണ്ടതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനയിൽ മുന്നേറണം. ഈ പകല് സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വന്നിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നിങ്ങൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിന്ന് മുന്നേറുവാൻ, ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. ഉടമനതന രഗക്ഷരാധന ഹസ്തരേ റികൽ പ്രവണതന ഘടക. എന്റെ പ്രിയരെ, സ്തോത്രം, ഒരു കാലത്ത് സ്തോത്രം, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാതെ നടന്ന ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സത്യദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം, അറിയാത്ത ഒരു കാലം, പ്രാർത്ഥന എന്തെന്ന്, സത്യപ്രാർത്ഥന എന്തെന്ന് അറിയാത്ത ഒരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ വിളക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് കലഞ്ഞിക്കത്താഴത്തിൽ വീട്ടിൽ ഭാസ്കരനാശാരിയുടെയും കമലമ്മയുടെയും 8 മക്കളിൽ 8ാമനായിരുന്നു ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പിതാവ് നല്ലൊരു ആശാരിപ്പണിക്കാരനാണ്. വിശ്വകർമ്മ കുലത്തിൽ നല്ലൊരു വാസ്തുശാസ്ത്രങ്ങളും വാസ്തുവിദ്യകളും അറിയാവുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് നല്ലൊരു ആശാരിപ്പണിക്കാരൻ. പക്ഷെ അദ്ദേഹം ദേശക്കാർക്കൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. വിളക്കുടി ദേശക്കാർക്ക് അനേക ഭവനങ്ങൾ വെച്ചു കൊടുക്കുവാനും സ്ഥാനം കാണുവാനും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം വീട്ടിലുള്ളവർക്ക് ഒരു മാതൃകയുള്ള ജീവിതമായിരുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ മാതാവിനെ ചെറുപ്പം മുതലേ എൻ്റെ മാതാവിനെ ശരിക്ക് മർദ്ദിക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്. ചവിട്ടുന്നതും അടിക്കുന്നതും വലിച്ചഴിക്കുന്നതും ഒക്കെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടു വളർന്നതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ വീട്ടിലുള്ള സ്തോത്രം, ഹല്ലേലൂയ, കുരിയാലയും കാവും എല്ലാം ഉള്ളതായിരുന്നു. ആ കാവിൽ വർഷാന്തരം നടക്കുന്ന കർമ്മങ്ങളും പൂജകളും എല്ലാം നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലുള്ള ദർശനങ്ങളും ക്ഷേത്രത്തിലുള്ള ഭവനത്തിലുള്ള പ്രാർത്ഥനകളും പ്രഭാതത്തിലും സ്തോത്ര സന്ധ്യാനാമവും എല്ലാം നടക്കുന്നതാണ്. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, രാത്രിയായാൽ വീട്ടിൽ കിടക്കാൻ സമാധാനമില്ല. ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞു. സ്തോത്രം. എല്ലാവരും എൻ്റെ പിതാവിനെ ഭയന്നായിരുന്നു കഴിഞ്ഞിരുന്നത്. സ്തോത്രം. എൻ്റെ വീട്ടിലൊരു കാവുണ്ട്. സ്തോത്രം. ആ കാവ് എൻ്റെ മാതാവിനെ വിവാഹം ചെയ്തുകൊണ്ട് വരുന്ന കാലത്ത് എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞ ഒരു ഓർമ്മ. സ്തോത്രം. വീട്ടില് എന്നും പാമ്പിന്റെ ഒരു ശല്യമായിരുന്നു. എൻ്റെ വീട്ടില് എന്നും പാമ്പിന്റെ ശല്യം. നേരം വെളുക്കുമ്പം അമ്മ രാവിലെ ചായ ഇടാനായിട്ട് അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ അടുപ്പിന്റെ അടുപ്പ് വെക്കുന്ന അടുപ്പും കുഴിക്കകത്ത് പാമ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ മുറ്റത്തിറങ്ങിയാൽ മുറ്റത്ത് നോക്കുമ്പോൾ മുറ്റത്തും പാമ്പ് വരുമായിരുന്നു. അങ്ങനെ അയ്യത്തോട്ട് ഇറങ്ങുമ്പോൾ അയ്യത്തും പാമ്പായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നാരിയെ കണ്ട് അവിടെ സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ ആ കാവ്. ഞാൻ ജനിക്കുന്നതിന് മുന്നമേ വർഷത്തിലെല്ലാം അവിടെ അന്നദാനം, പൂജകൾ, കർമ്മങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ എല്ലാം ചെയ്യുന്നുവെങ്കിലും
കുടുംബത്ത് സമാധാനമില്ലായിരുന്നു. അടിയും വഴക്കും പ്രശ്നവും, നാട്ടുകാർ തമ്മിലുള്ള പ്രശ്നവും ബന്ധുക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളുമായിരുന്നു ചെറുപ്പം മുതലേ കണ്ടു വളർന്നത്. കാലങ്ങൾ കടന്നുപോയി. എൻ്റെ അപ്പൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ചെറുപ്പം മുതലേ അപ്പന്റെ സ്വഭാവങ്ങൾ കണ്ടുപഠിച്ചതായതുകൊണ്ട് അത് തന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തികമായി. 2 വർഷം ഞാൻ വിദേശത്ത് ജോലി ചെയ്തു. 2 വർഷം കഴിഞ്ഞ് നാട്ടിലെത്തി. നാട്ടിൽ ജോലിയൊക്കെ ചെയ്തു. അങ്ങനെ അപ്പന്റെ സ്വഭാവങ്ങൾ ഞാൻ കണ്ടുപഠിച്ചു. വാസ്തുവിദ്യകളും വാസ്തുശാസ്ത്രങ്ങളും പഠിക്കുവാനിടയായി. അങ്ങനെ അനേക ഭവനങ്ങൾക്ക് സ്ഥാനം കാണുവാൻ പോയി. അവർ കാണിച്ചു തരുന്ന വസ്തു, അതിൻ്റെ സ്ഥാനം നോക്കി പഞ്ചഭൂതങ്ങളെ നിർത്തി വാസ്തുദേവന് പൂജ ചെയ്ത്, ഗണപതി പൂജകൾ ചെയ്ത്, അവ ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് നീളത്തിൽ, ഒരു 8 ഇഞ്ച് നീളത്തിൽ ഒരു കുറ്റിയെടുത്ത്, ഒരു കറ പോകുന്നൊരു കുറ്റിയെടുത്ത്, വാസ്തുദേവ മഹാകാരം സർവഭൂത അഷ്ടദൃഷ്ട്യം ഇന്ദ്രിയ സർവനായകം അഗ്നിയുഷ്ണ കാരണം ദക്ഷിണേ കാല രൂപന നിത്യ വിശ്വജിത്ത വച്ചനെ ആവതാത വായുവേ പ്രണകാരണം എന്നൊക്കെ പറഞ്ഞ് വാസ്തു നോക്കി സ്തോത്രം കന്നിമൂലയ്ക്ക് കുറ്റിയടിച്ച് അവര് തരുന്ന ദക്ഷിണയും മേടിച്ച് ഞാൻ സ്തോത്രം ഭയങ്കരമായിട്ട് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ക്രൂരമായി ഞാൻ മർദ്ദിക്കും. ഈ മദ്യത്തിന്റെ ആസക്തി കാരണമായിരുന്നു, മദ്യത്തിൽ അല്പം കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു വിവാഹം കഴിച്ചത്. പക്ഷേ കഴിച്ചിട്ടും എൻ്റെ ഭാര്യ അതിക്രൂരമായി ഞാൻ മർദ്ദിക്കും. അങ്ങനെ നിരന്തരം കൂട്ടുകാർ കൂടി, സ്തോത്രം, അങ്ങനെ കൂട്ടുകാർ കൂടി പലയിടത്തും ജോലിക്ക് പോകുമ്പോൾ കൂട്ടുകാർ കൂടുക, അവരോട് പോയി സ്തോത്രം ബാറുകളിൽ കൂട്ടുകെട്ടി ബാറിൽ പോവുക. ബാറിൽ ചെല്ലുമ്പോൾ സ്തോത്രം നമുക്ക് പോലും പരിചയമില്ലാത്ത അനേക ഗുണ്ടകളുമായിട്ട് പരിചയമായി. സ്തോത്രം അവർ കഞ്ചാവ് വിൽപ്പനയും മറ്റുള്ള മയക്കുമരുന്ന് വിൽപ്പനയും ഉള്ളവരൊക്കെ ആയിട്ട് പരിചയമായി. അങ്ങനെ ഇരിക്കെ അവർക്ക് സ്തോത്രം ഒരു ഗ്ലാസ് കള്ള് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ 1 പൊതി കഞ്ചാവ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്യം മാത്രമല്ല കഞ്ചാവിനും അടിമയാകും തീരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ മദ്യവും കഴിച്ചു കഞ്ചാവിനും അടിമയായി തീർന്ന ഞാൻ തികച്ചൊരു ഭ്രാന്തനെ പോലെയായി. ഞാൻ പലയിടത്തും സ്തോത്രം ജോലി ചെയ്യുമ്പോൾ കൂട്ടുകാർ കൂടി മദ്യപിക്കും. അവര് അന്നേരം കൂടെ വരും. ഇഷ്ടം പോലെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അന്നേരം ഇല്ലായിരുന്നു. അല്ലലൊന്നും ഇല്ലായിരുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. സ്തോത്രം ഹല്ലേലൂയ. സാമ്പത്തികം നമ്മുടെ കൂടെ ഉണ്ടപ്പം കൂട്ടുകാർ ഇഷ്ടം പോലെ വരും. പക്ഷേ സാമ്പത്തികം ഒന്ന് കുറഞ്ഞേ. ഹല്ലേലൂയ. ഇനി വിദേശത്തുനിന്ന് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ കൂട്ടുകാർ ഇഷ്ടം പോലെ വരും. ഹല്ലേലൂയ. ഇനി അവന്റെ ഈ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയേ ആരും കാണത്തില്ല. ഇനി അവൻ ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും സ്തോത്രം ഹല്ലേലൂയ. ഇനി മദ്യപിച്ചിട്ട് എത്ര ഇതിലാനും ശരി, വീട്ടിൽ ഒരു നേരത്തെ ഒരു നാഴി അരി പോലും ഇല്ലെങ്കിൽ അതൊന്ന് മേടിച്ചു തരാൻ പോലും കൂട്ടുകാർ ശ്രമിക്കുകയില്ല. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ കൂട്ടുകെട്ടിനകത്ത് ഞാൻ അകപ്പെട്ടു പോയി. ഹല്ലേലൂയ. എനിക്ക് പരാജയം വന്ന സ്ഥാനത്ത് ഒറ്റ കൂട്ടുകാരും എനിക്ക് ഒത്താശയില്ലായിരുന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞു. സാമ്പത്തികമില്ല, ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. അങ്ങനെ മദ്യത്തിന് അടിമയായി തീർന്ന ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഒരു ദിവസം പകല് മദ്യപിച്ചിട്ട് വന്ന് എൻ്റെ ഭാര്യയെ അതിക്രൂരമായിട്ട് ഞാൻ മർദ്ദിച്ചു. കഞ്ചാവിനും മദ്യത്തിന് അടിമയായി തീർന്ന എൻ്റെ ഭാര്യയെ ഞാൻ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് മർദ്ദിച്ച് റോഡിൽ കൂടെ വലിച്ചഴച്ചു. ഇന്നും പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അതിക്രൂരമായിട്ട്. സ്തോത്രം. ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. ഒരു മൃഗത്തിന് തുല്യനായി. സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തില് സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ഭാര്യ സ്തോത്രം ഞാനൊരു ഭ്രാന്തനായിട്ട് സ്തോത്രം എൻ്റെ ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ചു. പ്രിയപ്പെട്ടവരെ സ്തോത്രം ഹല്ലേലൂയ. കേസുകളും വഴക്കുകളും പ്രശ്നങ്ങളും നിരന്തരം വന്നു. ഹല്ലേലൂയ. പെറ്റി കേസുകൾ വന്നു. മദ്യപിച്ച് റോഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് വണ്ടി തടഞ്ഞു നിർത്തുന്ന കേസുകളായി, മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്ന കേസുകളായി. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം ഹല്ലേലൂയ ഒറ്റ മനുഷ്യര് എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. കൂട്ടുകാരില്ല കൂടെ, ബന്ധുമിത്രാദികൾ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു. എല്ലാം ഒറ്റപ്പെടുത്തി. സ്തോത്രം ഹല്ലേലൂയ. ഒറ്റപ്പെടുത്തിയതിൻ്റെ അവസ്ഥ ഭയങ്കര ഒരു വേദനയാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം നിങ്ങൾക്കൊരാശ്രയമില്ല എങ്കിലും സ്തോത്രം ഹല്ലേലൂയ ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, ഞാൻ ഒറ്റയ്ക്കാൽ കിടക്കുന്നെങ്കിലും സ്തോത്രം നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമുക്കൊരു നാഥനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കേട്ടതുപോലെ നമുക്കൊരു നാഥനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ആശ്രയം അവനില്ല. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഇരുന്നു സ്തോത്രം ഹല്ലേലൂയ പല നേർച്ചകളും
കാഴ്ചകളും ചെയ്തു. ഹല്ലേലൂയ. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഇന്നടുത്തൊരു ഹല്ലേലൂയ സ്തോത്രം, ഒരു മന്ത്രവാദി ഉണ്ട്, അവിടെ ചെന്ന് നീ കണ്ടു കഴിഞ്ഞാൽ നിന്റെ മദ്യപാനത്തിനൊരു മാറ്റവും നിന്റെ കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ സ്തോത്രം ഹല്ലേലൂയ ആ മന്ത്രവാദി എടുത്ത് ഞാൻ പോകുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ആ മന്ത്രവാദി എടുത്ത് പോയി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെ കർമ്മങ്ങൾ ചെയ്തു. സ്തോത്രം ഹല്ലേലൂയ. ഹോമങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വിളക്കുകൾ കൊടുത്തു, പലയിടത്തും തട്ടം കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. തൂക്കുവിളക്ക് കൊടുത്തു എന്ന് വേണ്ട സകല, കോഴിയെ കൊടുത്തു, മഞ്ചാടി കൊടുത്തു. ഇതെല്ലാം ഞാൻ അവിടെ കൊടുത്തു, അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത്. ഹല്ലേലൂയ. പക്ഷെ അവിടെ കൊടുത്തിട്ടും എനിക്ക് സമാധാനമില്ല. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം ഞാൻ വേറൊരു മന്ത്രവാദി എടുത്തിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇന്നടുത്ത് പോയി മെഴുകുതിരി കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി മെഴുകുതിരി കത്തിച്ചു. സ്തോത്രം ഹല്ലേലൂയ. മെഴുകുതിരി കത്തിച്ചിട്ടും സ്തോത്രം ഹല്ലേലൂയ എനിക്ക് അവിടെ ഒരു വിടുതൽ നടന്നില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഞാന് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പത്തനാപുരത്ത് ഉള്ളവർക്കറിയാം. സ്തോത്രം ഞാനൊരു അവിടെ വേറൊരു മന്ത്രവാദി എടുത്തുപോയി. സ്തോത്രം ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ജപവും അദ്ദേഹത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ അറാമ്യ ഭാഷയായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ഗ്ലാസ് പാല്, പഴം ഇതെല്ലാം എന്റെ ഈ തന്നിട്ട് ഇത് കഴിച്ചാൽ നിന്റെ ജീവിതത്തിനൊരു മാറ്റം വരുമെന്നൊക്കെ പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ അതും ഞാൻ കഴിച്ചു. സ്തോത്രം. അതും കഴിച്ചിട്ടും പ്രശ്നങ്ങൾ എനിക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഇല്ല. സ്തോത്രം ഹല്ലേലൂയ. സമാധാനം എവിടെ സമാധാനം കിട്ടുന്നത് എന്നുള്ളത് വേദപുസ്തകം പറയുന്നല്ലോ. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ സമാധാനം നിങ്ങൾ തന്നിച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സമാധാനം താൽക്കാലികമാണ്. സ്തോത്രം ഹല്ലേലൂയ. സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുക, എവിടെ സമാധാനം കിട്ടും? ഹല്ലേലൂയ സ്തോത്രം. മദ്യത്തിനും ഹല്ലേലൂയ അടിമയായി തീർന്ന ആരും എന്നെ അംഗീകരിക്കുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? സ്തോത്രം കേസും പ്രശ്നങ്ങളും ഒക്കെയായി. അങ്ങനെ ഞാൻ വീട്ടില് സ്തോത്രം എൻ്റെ ഭാര്യ മർദ്ദിച്ചതിൻ്റെ പേരിൽ സ്തോത്രം കേസുകളായി. അത് അവരുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ അവരെന്നെ കാണത്തില്ല, അവർ മുഖം തിരിച്ചു പോകുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുമിത്രാദികളുടെ വീട്ടിലോട്ട് അവരോടൊക്കെ അടുത്ത് ചെല്ലുമ്പോഴും അവരും ആരും എന്നോട് സംസാരിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ഒറ്റപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ എൻ്റെ സമനില തെറ്റുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ തന്നെ കാര്യം പറയുന്ന ഒരവസ്ഥയായി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ വാതിൽക്കൽ കൂടെ തന്നെ കാര്യം പറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തരുന്നതായിരുന്നു ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ തന്നെ കാര്യം പറഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ എൻ്റെ കേസിന് വേണ്ടി സ്റ്റേഷനിൽ വിളിച്ചു. അങ്ങനെ ഞാൻ കേസിന് ചെന്നു. എനിക്ക് അമ്മ അന്ന് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഷുഗർ കുറിച്ച് കിടക്കുമായിരുന്നു. അത് വേറെ ആൾക്കാരും എൻ്റെ ഭവനത്തിലല്ലായിരുന്നു. അങ്ങനെ ഞാൻ കേസിനൊക്കെ പോയി വന്ന് ഞാൻ സ്തോത്രം വീട്ടില് സ്റ്റേഷനിൽ ചെന്നു. കേസുകളൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പം ഈ കേസൊന്നും എനിക്ക് അനുകൂലമായിട്ട് വരുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. എനിക്കെല്ലാം പ്രതിസന്ധികൾ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു, ഈ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഈ കുഴപ്പം, മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്തോത്രം നല്ലപോലെ ഞാൻ മദ്യം കഴിച്ചു. സ്തോത്രം നല്ലപോലെ മദ്യം കഴിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മ എന്നോട് ചോദിച്ചു, കേസിന്റെ കാര്യങ്ങളൊക്കെ എന്തുവായി മോനെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ കേസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി. സ്തോത്രം എല്ലാം റെഡി ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോ ഞാൻ എൻ്റെ മനസ്സിലിരിക്കുന്നത് ഞാൻ മരിക്കണം എന്നുള്ള ചിന്ത മാത്രം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഞാൻ അമ്മയ്ക്ക് എന്തോ വേണമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞൊന്നും വേണ്ട, എനിക്ക് ഇച്ചിരി ചോറ് കറി വേണം. അപ്പൊ അവസാനമായിട്ട് ഞാൻ അമ്മയ്ക്ക് ചോറും കറിയും എല്ലാം റെഡിയാക്കി. ഞാൻ സ്തോത്രം അമ്മയ്ക്ക് ഒരു ഉരുള ചോറ് അമ്മയ്ക്ക് കൊടുത്തു. ഒരു ഉരുള ചോറ് ഞാനും കഴിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ പക്ഷെ അമ്മ അറിയുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. അമ്മ മരിക്കാൻ പോവാന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ സ്തോത്രം ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ സമാധാനമായിട്ടും സന്തോഷത്തോടെ ഇരിക്കണം. സ്തോത്രം. ഇനി കരയൊന്നും ചെയ്യരുത്, ദുഃഖിക്കരുത്. സ്തോത്രം. പ്രയാസപ്പെടരുത് അമ്മേ, എല്ലാം ശരിയാവും അമ്മ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ വീട്ടിന്റെ കിണറ്റുകയർ മുറിച്ച് എൻ്റെ വീട്ടിന്റെ വാരിയിൽ ഞാൻ കെട്ടി. ഒത്തിരി നേരം ഇങ്ങനെ ആലോചിച്ചു. സ്തോത്രം. ഒത്തിരി നേരം ഞാൻ ആലോചിച്ചു. ഇനിയും എനിക്ക് മുന്നോട്ട് ഇനി ആരും എന്നെ സഹായിക്കാനില്ല. സ്തോത്രം. സമാധാനത്തിന് ഓടി നടന്നിടത്തെല്ലാം എൻ്റെ വാതിലുകൾ അടഞ്ഞു. എന്നോട് സ്നേഹിച്ചു വന്ന എൻ്റെ ഭാര്യയെയും
എന്റെ കുടുംബങ്ങളും എൻ്റെ സഹോദരന്റെ കൂട്ടുകാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഇനി ഞാൻ ജീവിക്കുന്നില്ല, മരിക്കുക എന്ന് ഞാൻ കരുതി. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ സ്തോത്രം, ഞാൻ കയറി തൂങ്ങുവാനായിട്ട് കയറി കട്ടിലേലിരുന്നു. സ്തോത്രം, ഞാൻ ആ കുരുക്കെട്ടത്തിന്റെ കയറിലിട്ടു, ആ കഴുത്തിലിട്ടു. ഞാൻ അവിടെ തൂങ്ങി, പ്രിയപ്പെട്ടവരെ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ അറിയണമോ, എൻ്റെ കുടുംബത്തില് ആരും രോഗം വന്ന് മരിച്ചവരല്ല. സ്തോത്രം, ഹല്ലേലൂയ. ആരും രോഗം വന്ന് മരിച്ചവരല്ല. എൻ്റെ മൂത്ത സഹോദരൻ മദ്യത്തിന് അടിമയായിരുന്നു. സ്തോത്രം, മദ്യത്തിന് അടിമയായിരുന്ന എൻ്റെ മൂത്ത സഹോദരൻ തൻ്റെ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ വെച്ചാ തൂങ്ങി മരിച്ച. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ മൂത്ത സഹോദരൻ. സ്തോത്രം, സഹോദരൻ മദ്യത്തിന് അടിമ. തന്റെ കുടുംബത്തേക്ക് അധികമായി താൻ മദ്യത്തെയായിരുന്നു സ്നേഹിച്ചത്. മദ്യത്തെ സ്നേഹിച്ച് താനും കൈമിഷ്ടം. എന്റെ മൂന്നാമത്തെ സഹോദരൻ മദ്യത്തിന് അടിമയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹവും മദ്യത്തിന് അടിമയായി തീർന്നു. മദ്യം കിട്ടാതിരുന്ന് വിറച്ചും പേച്ചും നടന്ന് വിഷമദ്യം കഴിച്ച് ഈ ലോകത്ത് മാറ്റപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ചെറിയച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അനിയൻ ചെറിയച്ഛൻ, അദ്ദേഹം മദ്യത്തിന് അടിമയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹവും മദ്യത്തിന് അടിമയായി തീർന്ന് താനും ഒരു മുഴം കയറിൽ തൂങ്ങി മരിക്കുവാൻ തക്കവണ്ണം ഇടയായി. 10 പൊരുത്തം നോക്കിയും 4 കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ മദ്യപാന മുഖാന്തരം അവളും ഒരു മുഴം കയറി തൂങ്ങി. കുടുംബത്തെ ഹല്ലേലൂയ പിശാച് തകർത്തു. ഹല്ലേലൂയ. പൂജകളും കർമ്മങ്ങളും എല്ലാം അതിലൊന്നും ഒരു വിടുതൽ വരാതെ ഹല്ലേലൂയ പിശാച് എൻ്റെ സഹോദരങ്ങളെ മൊത്തം ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഞാനും തൂങ്ങിയിട്ട് നിൽക്കുന്നതാണ്, പ്രിയപ്പെട്ടവര്. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞതുപോലെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുകാവുന്നതിന് മുന്നമേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഞാന് സ്തോത്രം അല്പസമയം ഞാൻ തൂങ്ങി നിന്ന ഞാന് സ്തോത്രം അവിടെ കഴുത്തിൽ തൂങ്ങി നിന്നപ്പോൾ സ്തോത്രം എൻ്റെ സഹോദരി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒത്തിരി നാളുകളായി. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒത്തിരി നാളുകളായപ്പോൾ എൻ്റെ സഹോദരി വീട്ടിൽ അമ്മയെ വിളിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ അമ്മ പറഞ്ഞു, പ്രമോദിനെ ഒന്ന് നോക്ക്, വീട് കടന്നു കുലുങ്ങുന്നെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ പെങ്ങൾ ഓടി അപ്പുറത്ത് വരാന്തിൽ മഞ്ഞ് നിൽക്കുക. അങ്ങനെ പെങ്ങള് അതിന് എൻ്റെ കാലയില് പിടിച്ച് കട്ടിലോട് ചേർന്ന് നിർത്തി. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ചേർത്ത് നിർത്തി കഴിഞ്ഞ് പെങ്ങള് കയറ് മുറിച്ചിട്ട് പെങ്ങള് പോവുകയും ചെയ്തു. സ്തോത്രം. അങ്ങനെ ഇരിക്കെ സ്തോത്രം നീ എന്തിനാടാ ചാവുന്നേന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. ആ സമയം അവിടെ കിടന്നു, വായിക്കൂടെ നൊരയും പതയൊക്കെ വന്നു. ഞാൻ എൻ്റെ റൂമില് വന്ന് ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബോധമില്ലാതെ കിടക്കുന്നു. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ വയ്യ, തൊണ്ട അടച്ചു, കഴുത്തു മുറുകി, വായിക്കൂടെ നൊരയും പതി ചെയ്യാനൊരു ആരോഗ്യം എനിക്കില്ല. അങ്ങനെ ഇരിക്കെ ഞാന് സ്തോത്രം അമ്മയുടെ അടുത്ത് വന്നിരുന്നപ്പോൾ അമ്മയ്ക്ക് ഒട്ടും ബോധമില്ലാതിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിനി ആശ്രയിക്കാൻ ഇനി ആരാ ഉള്ളത്, ആരെ ഞാൻ ആശ്രയിക്കും? അങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ പൂജാമുറി എടുത്തു വന്നു. ഞാൻ വലിയ ഭക്തനായിരുന്നു. ഞാൻ എൻ്റെ ഭവനത്തിൽ വെച്ചേക്കുന്ന പടങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു തരത്തിലായിരുന്നു. അങ്ങനെ പലരും വന്ന് അവിടെ തൊഴുവൊക്കെ ചെയ്യുമായിരുന്നു. സ്തോത്രം. ആ കർമ്മങ്ങൾ വർഷന്തരം പൂജ നടത്തുമ്പോഴൊക്കെ. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു, നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. ഇത്രയും നിങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്ത 33 കോടി ദേവനെയും അസുരനെയും മാടനെയും മറനെയും യക്ഷിയെയും ഭൂതത്തെയും ആരാധിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സകല കർമ്മങ്ങളും വർഷാന്തരം ചെയ്യുകയും മാസങ്ങളിൽ ചെയ്യുകയും ആഴ്ചകളും ദിവസങ്ങളും ചെയ്യുന്ന എനിക്ക് എന്ത് സംഭവിച്ചു, എൻ്റെ ജീവിതത്തിന് എന്താ സംഭവിച്ചത്, നിങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിന്ന് എൻ്റെ കാവിൻ്റെ നിന്നിരുന്ന വിഗ്രഹത്തോന്റെ അടുത്ത് ഞാൻ നിന്ന് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, നിങ്ങളെ ഇവിടെ മന്ത്രം ചൊല്ലി ഇവിടെ പ്രതീക്ഷിച്ചതാണല്ലോ. നിങ്ങൾ എനിക്ക് പറഞ്ഞതാ എൻ്റെ ജീവിതത്തിന് എന്തോ സംഭവിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിന്ന് ഞാൻ ഇവരോട് ചോദിച്ചിട്ട് എനിക്ക് ഇവർ മറുപടി തന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുന്നു, മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ സ്തോത്രം ദൈവം വാസം ചെയ്യുന്നില്ല എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ വാസം എനിക്ക് തോന്നിയില്ല, പ്രിയപ്പെട്ടവരെ. ഞാൻ അവിടെ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, ജീവനുള്ള ഒരു ദൈവമുണ്ടോ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ജീവനില്ല എന്ന് പറഞ്ഞു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവനുള്ള ദൈവത്തെയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കല്ലുകളെയും മുള്ളുകളെയും ഒന്നുമല്ല നമ്മൾ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെയാ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു, ജീവനുള്ള ഒരു ദൈവമുണ്ടോ? എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ജീവനില്ല എന്ന് പറഞ്ഞു. പ്രിയരെ, അവിടെ ഇരുന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ് അല്പസമയം ഞാൻ അവിടെ എൻ്റെ വീട്ടിന്റെ വാതിക്കൽ, ഒരു കോൺക്രീറ്റ് റോഡാ, തൊട്ടടുത്തൊരു ചിറയുണ്ട്. ചിറയൊക്കെ കാട് കയറി കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് ഞാൻ അല്പസമയം ഇരുന്നപ്പോൾ ഒരു 2 വ്യക്തികൾ, സ്തോത്രം, ഹല്ലേലൂയ, നടന്നു വരുന്നു. ഹല്ലേലൂയ. ഒരു സമയം ഒരു 12:30 ഒക്കെ ആയി, ഒരു ഉച്ചയായപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നു. അതുവരെ ഇത്രയും നാളുകൾ ഭ്രാന്തനെ പോലെ നടന്നിട്ടും മദ്യത്തിനടിമയായി കിടന്നിട്ടും ആരും എന്നോട് സംസാരിക്കുകയില്ലായിരുന്നു. ആരോടെങ്കിലും ഞാൻ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ മുഖം തിരിച്ചങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവര് 2 പേർ എൻ്റെ അടുത്തോട്ട് വരുന്നു. ഹല്ലേലൂയ. ഇവരെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു. സ്തോത്രം. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവര് പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ അവിടെ എപ്പോഴും 2 പേര് വരാറുണ്ട്, പലരും വരാറുണ്ട്, വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അതേപോലെ എനിക്ക് തോന്നി നിങ്ങളും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അവര് വന്ന് പറഞ്ഞു, ശരി, നിന്റെ വീട്ടിലോട്ട് ഞാൻ വരട്ടെ മോനെ എന്ന് പറഞ്ഞു. ആ മോനെ എന്നുള്ള വിളിയൊക്കെ കേട്ടാണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വരെ, സ്തോത്രം, എന്നെ വിളിച്ചിരിക്കുന്ന വിളി അങ്ങനൊന്നും അല്ലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് സ്തോത്രം, ഇന്ന് വരെ നല്ല, അന്ന് സ്തോത്രം, വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ഉള്ള വിളി അങ്ങനൊന്നും അല്ലായിരുന്നു. പല രീതിയിലായിരുന്നു വിളിക്കുന്നത്. സ്തോത്രം. നീരട്ടവനെന്നും, ഇല്ല കൊള്ളരുതാത്തവനെന്നും, സ്തോത്രം, ശപിക്കപ്പെട്ടവനെന്നും, ഹല്ലേലൂയ. സ്തോത്രം, ഇന്ന് വേണ്ടുള്ള വാക്കുകളും, ഹല്ലേലൂയ, അങ്ങനെ വിളിച്ചിരുന്ന എന്നെ, സ്തോത്രം, നിന്റെ വീട്ടിൽ വരട്ടോ മകനെ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, ദൈവവചനം പറഞ്ഞു, ലാവണ്യ വാക്കുകൾ നിന്റെ വാക്കുകൾ കൃപയോടുകൂടിയതാകട്ടെ എന്നൊക്കെ വചനം പറഞ്ഞ പ്രകാരം നല്ലൊരു കൃപയോടുകൂടിയ സംസാരിക്കുന്ന നല്ലൊരു ശബ്ദം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പറഞ്ഞു, വീട്ടിൽ വരാൻ പറഞ്ഞു. ഇവര് 2 വീട്ടിൽ വന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ 2 പേര് എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇവിടെ അമ്പലമുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. ഇത് അമ്പലമാണോ? ഞാൻ പറഞ്ഞു, ഇത് അമ്പലമല്ല, അമ്പലത്തിന്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവര് പറഞ്ഞു, സ്തോത്രം, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. മറ്റാർക്കും ഉണ്ടോ? ഞാൻ പറഞ്ഞു, മറ്റാർക്കും ബുദ്ധിമുട്ടില്ല, വരാൻ പറഞ്ഞു. ഇവരെന്റെ വീട്ടിലോട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിൽ വന്നിരുന്നിട്ട്, സ്തോത്രം, എന്നോട് പറഞ്ഞു, സ്തോത്രം, എന്തോ ആണ് വിഷയമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കഷ്ടതയിലും പ്രയാസത്തിലും ഒന്നും അറിയണ്ട, എൻ്റെ ആകപ്പാട് വിഷയങ്ങളാ, എനിക്കൊന്നും പറയാൻ വയ്യ, ഞാൻ ആകെ തളർന്നിരിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ അവര് പറഞ്ഞു, ശരി, എന്നാ നിനക്ക് ഒന്നും പറയാൻ വയ്യെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഒരു ദൂതെന്ന പോലെ ഇവര് 2 പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഇവരെനിക്ക് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ളതും, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ നടക്കാൻ പോകുന്നതും നടന്ന കാര്യങ്ങളും എല്ലാം ഇവര് ദൂത് പോലെ പറഞ്ഞു. സ്തോത്രം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മനുഷ്യർ സംസാരിക്കുവോ? മറ്റുള്ളവരത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ, പ്രശ്നാരി എടുത്ത് പോകുമ്പോൾ അയാൾ കവിട് നിരത്തി ലക്ഷണം കണ്ട് കണ്ണടച്ചു നോക്കിയ, പക്ഷേ സ്തോത്രം, ഇവര് പ്രാർത്ഥിക്കുമ്പോഴേ ദൂതുകൾ വെളിപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഇത് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറഞ്ഞു. ശരി, നിനക്ക് എന്തോ വേണമെന്ന് ചോദിച്ചു. നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, പല ക്ഷേത്രങ്ങളിൽ ഞാൻ പോകാറുണ്ട്, പല ക്ഷേത്രങ്ങളിൽ ഞാൻ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, അവിടെ വേണ്ടുന്ന നേർച്ചകൾ ചെയ്യാറുണ്ട്. അതല്ല, നീ ദൈവത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊന്തമാല ഇടാറുണ്ട്, ഞാൻ പലയിടത്തും മെഴുകുതിരി കത്തിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രിസ്ത്യാനികളുമായിട്ടാ, അതുകൊണ്ട് എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതല്ലെന്ന് പറഞ്ഞു, ബൈബിൾ പ്രകാരം ഒരു ദൈവമുണ്ട്, നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പെന്തിക്കോസുകാരാണോ? അതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെന്തിക്കോസുകാരെ, സ്തോത്രം, എൻ്റെ ഭവനത്തിൽ അങ്ങനെ അടുപ്പിക്കാറില്ല. എൻ്റെ അപ്പനും ഇഷ്ടമല്ല, സഹോദരങ്ങൾക്കും ഇഷ്ടമല്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു തലത്തിലായതുകൊണ്ട് ഇവിടെ അടുത്ത് കിടക്കുന്ന കുറെ പറയർ സമുദായത്തിൽ കുറെ പേര് കിടപ്പുണ്ട്. അവിടെ ഞായറാഴ്ച എന്നില്ല, രാത്രി എന്നില്ല, പകലെന്നില്ല, അവർ ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു,
അപ്പൊ അവരോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടിക്കേറി. സ്തോത്രം, അതൊന്നും ഞാൻ പറയുന്നില്ല. ഒത്തിരി ഞാൻ അവരോട് തട്ടിക്കേറി. തട്ടിക്കേറിയിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് വേണം? ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ജീവിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു ശരി, ആ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവം വളരെ ശക്തനായ ദൈവമാണ്. എന്റെ അമ്മ അവിടെ ബോധമില്ലാതെ കിടക്കുക, നിങ്ങളുടെ ദൈവത്തിന് എണീപ്പിക്കാൻ ചോദിച്ചു. അപ്പം ഈ പ്രത്യേകിച്ചും ഈ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നവർക്ക്, ഹൈന്ദവക്കായിട്ടുള്ളവർക്ക് കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. സ്തോത്രം, അവർ കാണാതെ വിശ്വസിക്കുകയല്ല. ഹല്ലേലൂയ. അപ്പോൾ എനിക്കത് ലിറ്ററലി ഒന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ശക്തനാന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേര് വന്ന് പ്രാർത്ഥിച്ചു. ഇവര് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മ, സ്തോത്രം, കാല് മുറിച്ച് കിടക്കുന്ന എൻ്റെ അമ്മയാണ്. 1.25 സ്തോത്രം. അമ്മ നടക്കത്തില്ല. അമ്മയുടെ ശരീരം ഭയങ്കരമായിരുന്നു. ഞാൻ കസേരയെ വലിച്ച കൊണ്ട് ഇരുത്തിയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ അമ്മ നടക്കത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവര്, സ്തോത്രം, ഇവര് രണ്ടുപേര് പ്രാർത്ഥിച്ചു. സ്തോത്രം, എൻ്റെ അമ്മ കട്ടിലേന്ന് നിന്ന് എണീക്കുക മാത്രമല്ല, എണീറ്റ് മുറ്റത്ത് പെട്ടെന്ന് വെളിയിലിറങ്ങി 1.25 കൊണ്ട് ഒന്തി നിൽക്കുന്നു. ഞാൻ കട്ടിലെ പിടിച്ചോണ്ട് നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരു വെള്ള കൈ വന്ന് എന്നെ എടുത്തെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ വിശ്വസിക്കുന്ന അതല്ലേ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ശക്തനായ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതല്ലേ, നമ്മൾ ഇരിക്കുന്ന അവസ്ഥകളോ നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നോ ദൈവത്തിന് ഒരു പ്രശ്നമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞു, അവന്റെ നാമം 2 or 3 പേർ, ഹല്ലേലൂയ, അവന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഉണ്ടെന്നാ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചു. അമ്മ എണീക്കാൻ വേണ്ടിയായി. അങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇവരോട് ക്ഷമ ചോദിച്ചു. എനിക്ക് അറിഞ്ഞു പോയതാ. ഞാൻ ഒത്തിരി ഞാൻ അവര് ഒത്തിരി പ്രയാസം, അതുകൊണ്ട് ഒന്നും ഭയക്കണ്ട. നിനക്ക് എന്തോ വേണം? ഞാൻ സമൂഹം വേണം, സാമ്പത്തികം എനിക്ക് വേണ്ട, സ്തോത്രം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, സ്തോത്രം, വേണ്ടാന്നുണ്ടെങ്കിൽ സ്തോത്രം, നിന്റെ ദൈവം ചെയ്യണം. എവിടെങ്കിലും നിന്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ുള്ളവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിലാണ്. ഇന്ന് നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ, സ്തോത്രം, ഒരു മനുഷ്യനോട് പറയുന്നതിനേക്കാൾ ഹല്ലേലൂയ നമ്മളെ ആശ്രയം യഹോവയിലാണ്. യഹോവയോട് പറയുന്നതാണ് ഏറ്റവും വിടുതൽ. ഞാൻ അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പാപം മാത്രമാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു നെറികെട്ടവനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവർക്കൊരു സമാധാനം കൊടുക്കാതെ, എന്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാതെ, ഭവനത്തിന് സമാധാനം കൊടുക്കാത്ത, ഹല്ലേലൂയ, ഞാനൊരു കുലവനാണ് കർത്താവേ എന്ന് പറഞ്ഞു. സ്തോത്രം, എന്റെ പ്രിയപ്പെട്ടവരെ, അല്പസമയം ഞാൻ എന്റെ തെറ്റുകൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ ഞാനിരുന്ന കസേരയിൽ നിന്ന് എന്റെ ബോധം പോകാൻ തക്കവണ്ണം ഇടയായി. ഞാൻ വേറെ ഒരു ലോകത്ത് പോകുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, എവിടെ ആണെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലം, കാണുന്നത് പുതിയതായിട്ട് തോന്നുക. പോകുമ്പോൾ ഒന്നും തിരിച്ചു വരാൻ തോന്നുന്നില്ല. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ അതിലേക്കൂടെ പറന്നങ്ങോട്ട് പോകുമ്പോൾ, സ്തോത്രം, എനിക്ക് അവിടോട്ട് ചെല്ലാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് കസേരയില് സ്തോത്രം, ഞാൻ പെട്ടെന്ന് താഴെ വീണ് കസേരയിൽ നിന്ന് ഞെട്ടി പോകണം. സ്തോത്രം, ഹല്ലേലൂയ. അവര് പറഞ്ഞു, നീ കണ്ട ദർശനത്തിൽ നിനക്ക് അപ്പുറം പോകണമെങ്കിൽ, സ്തോത്രം, ഈ കർത്താവിനെ നീ രക്ഷകനായി സ്വീകരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. ഈ കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് നീതിക്കായും വാഗൊണ്ട് രക്ഷയ്ക്കായും ഏറ്റുപറയണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഞാൻ രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞു. എന്റെ കർത്താവേ, നീ എന്നെ ഒന്ന് നിറയ്ക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ പാപത്തെ ഒന്ന് പോക്കണമേ. സ്തോത്രം. ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരിക്കെ, സ്തോത്രം, ഇവരെന്നോട് പ്രാർത്ഥിച്ചു, ഇവര് പോവുകയും ചെയ്തു. ഇവരെന്നോട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ,
നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു കൂട്ടായ്മയുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ സ്തോത്രം, ഞാൻ എൻ്റെ സ്വഭാവ രീതികളൊക്കെ മാറി, മുടി വെട്ടി, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഷേവ് ചെയ്തു. അങ്ങനെ എല്ലാം തരത്തിൽ ഞാൻ നല്ലൊരു വൃത്തിയുള്ള മനുഷ്യനായി മാറി. സ്തോത്രം, അതുവരെ സ്തോത്രം ഗദരദേശത്തെ ഭൂതത്തെ പോലെ അലറി വിളിച്ച് നടന്ന എന്നെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു തൊട്ടപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഞാനൊരു പുതിയ സൃഷ്ടിയാവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആയി വരുവാൻ തക്കവണ്ണം ദൈവം എന്നെ അനുഗ്രഹിച്ചു. സ്തോത്രം. ദേശത്തോട് നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇത് പ്രമോദല്ലേ വരുന്നേന്ന് തന്നെ തോന്നി. സ്തോത്രം, ഹല്ലേലൂയ. ഇവന്റെ സ്വഭാവത്തിന്റെ മാറ്റങ്ങളൊക്കെ മാറിയല്ലോ. സ്തോത്രം, ഇവന്റെ സംസാര രീതിക്ക് മാറ്റം മാറിയല്ലോ. അതാ സ്തോത്രം, കർത്താവ് ഒരുവനെ തൊട്ട് കഴിഞ്ഞാൽ, ഒരുവന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ സംസാരം മാറും, രൂപം മാറും, ഭാവം മാറും. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ നിലനിൽപ്പ് എന്താണെന്നോ സ്തോത്രം, നമ്മുടെ ഇഷ്ടമല്ല സ്തോത്രം അവിടെ നടക്കുന്നത്, കർത്താവിന്റെ ഹിതമാ, ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ. സ്തോത്രം, അങ്ങനെ ഞാൻ ഇരിക്കെ സ്തോത്രം, സ്തോത്രം ഈ പ്രാർത്ഥന സംബന്ധിക്കുവാൻ പോയി. ആദ്യത്തെ ദിവസം ഞാൻ ഇവരുടെ അടുത്ത് പോയപ്പോൾ സ്തോത്രം, ആ ആലയത്തിൽ ഞാൻ പോയപ്പോൾ പെന്തക്കോസ്തുകാരുടെ തുള്ളലും ബഹളവും കണ്ട് എനിക്ക് ചിരി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവര് സ്തോത്രം, ഇവര് എന്തോ ഇങ്ങനെ ആരാധിക്കുന്നത്, ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നുള്ളത് എനിക്ക് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. പക്ഷേ ഞാൻ രണ്ടാമത്തെ ദിവസം പോയി. രണ്ടാമത്തെ ദിവസം പോയപ്പോൾ ആ ആലയത്തിൽ സ്തോത്രം ഒരു ദൈവദാസം വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് പലർക്കും ദൂതുകൾ പറയുന്നു. അന്ന് ദൂതൊന്നും എനിക്ക് അറിയുന്നില്ലായിരുന്നു. പലർക്കും ദൂതുകളൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇവരെല്ലാവരോടും പറഞ്ഞിട്ട് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരോടും ദൂതുകൾ പറഞ്ഞ് എല്ലാം പോയി കഴിഞ്ഞു, എന്നോട് മാത്രം ഇദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെയും പന്തി പശുവുണ്ട്. സ്തോത്രം, അവിടെ മാത്രമല്ല ഇവിടെ മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ പറഞ്ഞു, ഇത് സത്യമെങ്കിൽ നീ എന്നോട് പറയണം. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ നീയൊക്കെ കള്ളന്മാരാന്ന് ഞാൻ വെളിയിൽ പോയി പറയുമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ഇത് സത്യമെങ്കിൽ എന്നോട് പറയണം, ഇത് സത്യദൈവമാണെങ്കിൽ എന്നോട് പറയണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദൈവദാസൻ സ്തോത്രം എന്റെ സഭയുടെ പുൽപ്പുറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് സ്തോത്രം, അല്ലെങ്കിൽ ശുശ്രൂഷിച്ചിട്ട് ഇരിക്കാൻ മൈക്കെടുത്തതേ ഉള്ളൂ. എടുത്തിട്ട് അദ്ദേഹം നേരെ എന്റെ അടുത്ത് വന്ന് തലയെ കൈ വെച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ അകവാള് വെട്ടിപ്പോയി, ഞാനങ്ങ് പേടിച്ചു പോയി. സ്തോത്രം, അല്ലെ എന്റെ മനസ്സിൽ പറഞ്ഞതാ. സ്തോത്രം, ഹല്ലേലൂയ. മൊത്തം തകർന്നു പോയി. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ, നിന്നെ എല്ലാം കളിയാക്കി. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദൈവമുണ്ടോ ചോദിച്ചു, പറഞ്ഞു കൂടി. ഹല്ലേലൂയ. ഭവനത്തിൽ വന്ന ഇന്നും എനിക്കറിയത്തില്ല ആരാ വന്നത്. സ്തോത്രം, അന്ന് ഞാൻ വിശ്വസിച്ചു ദൈവം അയച്ച ദൂതന്മാരാണ്. മാനുഷികമായി ചിന്തിച്ചു നോക്കി, ദേശം മറ്റുള്ള ദേശങ്ങളിലെല്ലാം മദ്യപാനം പിടിക്കാരും ഭാര്യയെ കൊന്നവരും ചവിട്ടിക്കൊന്നവരും കുഞ്ഞുങ്ങളെ കൊന്നവരും എല്ലാം ദൈവവചനം പറയുന്നുണ്ടല്ലോ, ഇവൻ കുരുടനായി പറക്കത്തക്കവണ്ണം പാപം ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് പറയുക, പാപം ചെയ്ത ദൈവപ്രവൃത്തി ഇവന് വെളിപ്പെടുവാൻ അത്രേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്നിൽ വെളിപ്പെടുവാനാണെന്ന് ഞാൻ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ. സ്തോത്രം, മുതൽ കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. 2012 ഡിസംബർ മാസം 31-ാം തീയതി. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ എന്റെ രക്ഷകനായി, പിതാവും പുത്രനുമായി രക്ഷകനായി പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, 2000 സ്തോത്രം, ഹല്ലേലൂയ, 13 ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ അഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പോകുന്ന സഭ ഇളമ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഹോസ്പിറ്റൽ. ഹല്ലേലൂയ, സ്തോത്രം. ആ സഭയില് ഞാൻ ഇന്നും, ഹല്ലേലൂയ, ഞാൻ എന്റെ 2012 വന്ന് ഇന്നും എന്റെ അനുഗ്രഹിക്കപ്പെട്ട സഭയില് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ, അല്ലെ ദൈവമക്കൾ, അല്ലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ. സ്തോത്രം, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, നമ്മുടെ ഹൃദയം ഏകാഗ്രതയോടെ, സ്തോത്രം, ആര് മീറ്റിംഗ് നടത്തുന്നോ, ആരുടെ മിനിസ്ട്രിയോ ഒന്നുമല്ല. സ്തോത്രം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അതിന് വിടുതല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് വേണ്ടി സ്തോത്രം അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രതിസന്ധികളും എന്റെ കഷ്ടതകളും അറിഞ്ഞ് സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതല്ലേ സ്തോത്രം, സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിന്റെ, ഹല്ലേലൂയ, കാരാഗൃഹത്തിൽ കിടന്ന പത്രോസ് ഇറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് വിഷയങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, നമുക്ക് തുറക്കാൻ പറ്റാത്ത
ഓടാമ്പലാകട്ടെ. സ്തോത്രം, പ്രാർത്ഥനയുടെ ശക്തിയാൽ അത് തുറന്നു വരും. ഹല്ലേലൂയ. സ്തോത്രം, ഇന്ന് പകല് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ ഏത് വിഷയമാകട്ടെ, നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അത് പറയാൻ പറ്റാത്ത വിഷയങ്ങളായിക്കോട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, സ്തോത്രം നല്ല സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, താമസിക്കാൻ നല്ല ഭവനമുണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം, എങ്കിലും കടത്തിന്റെ ബാധ്യതയിലായിരിക്കുന്നവർ, ഹല്ലേലൂയ കടത്തിൽ ബാധ്യതയിലായിരിക്കുന്നവർ, ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ സ്തോത്രം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയം ക്രിസ്തുവിലായിരിക്കട്ടെ. ദൈവവചനം പറയുന്നത് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, നമ്മൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. നമ്മുടെ ആശ്രയം ക്രിസ്തുവിലായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ ദൈവത്തെ എന്റെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ സംസാരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ കുടുംബം എൻ്റെ ജീവിതത്തിൽ വരണം. എനിക്ക് വേറൊരു വിവാഹമൊന്നും എനിക്ക് താല്പര്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ കുടുംബം വരണം. എൻ്റെ കുടുംബത്തിൽ സ്തോത്രം ഏറ്റവും അനുഗ്രഹം പ്രാപിക്കണം. ഇങ്ങനെ എനിക്കറിയാവുന്ന തലത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് സ്തോത്രം, ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, 2018 സ്തോത്രം, ഹല്ലേലൂയ, വർഷങ്ങൾ നീണ്ടു നിന്നു. 2018 എൻ്റെ ഭാര്യയും വിശ്വാസ ജീവിതത്തിൽ വന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അല്പം വൈകിയാലും ശരി തന്നെ സ്തോത്രം, ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. 2018 എൻ്റെ ഭാര്യ ഞാൻ അവൾക്കൊന്നും എതിരല്ല. സ്തോത്രം, അവള് പറഞ്ഞു, നിങ്ങൾ പള്ളി പൊക്കോ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പൊക്കോ, അവരുടെ കൂടെ പൊക്കോ, എവിടെ പൊക്കോ, എനിക്കൊരു വിഷയമില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് ഞാനെതിരല്ല, നീ വിളക്ക് കത്തിച്ചോ, നീ പൊക്കോ, പ്രാർത്ഥനയ്ക്ക് പൊക്കോ, അമ്പലത്തിൽ പൊക്കോ, എല്ലാം പൊക്കോ. സ്തോത്രം, എല്ലാം കഴിഞ്ഞു, എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തോടാ. സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ജീവനുള്ള ദൈവത്തോടാ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം മറുപടി തന്നെ. എനിക്ക് ഇന്നും പറയുമ്പോൾ എൻ്റെ മേല് വരുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവം സ്തോത്രം, 2018 സ്തോത്രം, ഹല്ലേലൂയ, അവൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ സ്നാനപ്പെടുന്നുണ്ട്. സ്തോത്രം, അതിനു മുമ്പേ വിശ്വാസ ഭവനത്തിൽ വരുമായിരുന്നു. വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ മുഖം തിരിച്ചുമൊക്കെ ഒരു വിവശതകളൊക്കെ ആയിരുന്നു ഇരിക്കുന്നതെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, 2018 സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ആ പ്രാർത്ഥനയിൽ സ്തോത്രം അവക്കുള്ള മനസ്സിൽ മാറ്റം വന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൾ എന്നോട് പറഞ്ഞു, ചേട്ടാ, പറയാനൊരു നാണക്കേടായിരുന്നു, അമ്മയ്ക്ക് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനൊരു ഉപവാസ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഇത്രയും ഉപവാസവും പ്രാർത്ഥനകളും ഒക്കെ ഇവിടെ നമ്മുടെ സഭയിലും വീട്ടിൽ ഒക്കെ നടക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും മനസ്സിന് മാറ്റം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ചേട്ടാ എനിക്കൊന്ന് സ്നാനപ്പെടണമെന്നുണ്ട്, ഇത് പറയാൻ നാണക്കേട് കൊണ്ടായിരിക്കുന്നത്, അത് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2000 ഞാൻ അപ്പോഴേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞാൻ ദേവദാസന്മാരോട് എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും വിശ്വാസത്തിൽ വന്നേ, സ്നാനപ്പെടാൻ അവള് തീരുമാനം എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഉറക്കെ നിലവിളിച്ചു. അങ്ങനെ എല്ലാവരും സഭയെല്ലാം വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ക്ലാസ്സുകൾ എടുത്തു, അത് ക്ലാസ്സിൽ സംബന്ധിച്ചു. അങ്ങനെ സ്തോത്രം, അവൾ സ്നാനം കഴിഞ്ഞു. 2018 സ്നാനം കഴിഞ്ഞു. 2023 സ്തോത്രം, അവൾ ഉപവസിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2023 ഒരു 5 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അഭിഷേകം പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എത്ര നീണ്ട വർഷങ്ങൾ ഞാൻ സ്തോത്രം, എന്റെ അതുകൊണ്ട് സ്തോത്രം, എന്നെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് നമ്മൾ വ്യതിചലിച്ചു പോകാതെ ദൈവ ശബ്ദം അങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം, നമ്മളെ സ്തോത്രം അല്ലെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ സ്തോത്രം, നമ്മളെ കറക്റ്റ് ദൈവം കൊണ്ടുവരുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് തന്നെ കൊണ്ടെത്തിക്കും. നിനവെ പട്ടണത്തിലേക്ക് യോന ചെന്നു, സ്തോത്രം, സുവിശേഷം പറഞ്ഞു. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് സുവിശേഷീകരണത്തിനാ. സ്തോത്രം, മറ്റുള്ളവരോട് സുവിശേഷം പറയുക, മറ്റുള്ളവരോട് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ദൈവത്തിന്റെ ഹല്ലേലൂയ, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുക. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പട്ടണത്തിൽ പറഞ്ഞു, ആ ഹല്ലേലൂയ സ്തോത്രം, സുവിശേഷം പറഞ്ഞപ്പോ ആടുമാടുകളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശനിവാസികളും മുഴുവനും ഉപവസിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം അവിടെ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം അവിടെ വരുത്താതെ സ്തോത്രം അത് മാറ്റി ഹല്ലേലൂയ സ്തോത്രം അവരെ അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഫെലോഷിപ്പ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയവും ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് ഹൃദയം നുറുങ്ങിയവർക്ക്, ഭാരം ചുമക്കുന്നവർക്ക്, കഷ്ടത പ്രയാസത്തിലായിരിക്കുന്നവർക്ക് ഒരനുഗ്രഹമായി തീരട്ടെ.
ദൈവം അനുഗ്രഹിക്കും, ദൈവം അത്ഭുതം ചെയ്യും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. സമയം കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, അവർക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പല സ്തോത്രം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്റെ കർത്താവേ, ഹല്ലേലൂയ, ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുക, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. കൂടെ കർത്താവേ, സാക്ഷ്യത്തിൽ കൂടെ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടണം. അല്ലെങ്കിൽ ആഗ്രഹം ഉള്ളിലുണ്ട്. ഉടമനതന ഘടകം, മധുരി മനഘടകം. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടട്ടെ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പിക്കുന്നവർ, വചനത്തിൽ ഹല്ലേലൂയ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവർ, അവരെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബിനാരിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ, അജയ് ബ്രദർ, അച്ഛനെ, എല്ലാവരും ദൈവം കുടുംബത്തെ പരിശുദ്ധാത്മാവിന്റെ നാമം അങ്ങയുടെ ദാസൻ എന്നുള്ള നിലയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. നടക്കുന്ന മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം. മനമഹത്വന്റെ കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം അഭിനന്ദിക്കും. ഞാനും ഒക്കെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സ്തോത്രം കേട്ടു നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കട്ടെ. വാക്കുകളെ വിരമിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ പ്രാർത്ഥിക്കുക. എന്റെ സ്തോത്രം സുവിശേഷ പ്രവർത്തനത്തെ ഓർത്തും ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തെ, എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് 2 പേരുണ്ട്. ദേവജിത്ത്, അവര് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ഭാര്യയുടെ പേര് അശ്വതിയുടെ മാതാവ് മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. സ്തോത്രം. എന്റെ കുടുംബത്തിൽ വേറെ ആരും വന്നിട്ടില്ല. ഞങ്ങൾ 8 മക്കളുണ്ട്. ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി. എങ്കിലും ഞങ്ങൾ ഇനി 5 പേരുണ്ട്. 5 പേരിലും മറ്റുള്ളവരാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവരിപ്പോഴും ഹൈന്ദവാചാരത്തിൽ തന്നെ നിൽക്കുന്നു. സ്തോത്രം. അവരും വിശ്വാസത്തിൽ വരട്ടെ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്നേ. സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യും. അങ്ങനെയെങ്കിലും മിനിസ്ട്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവസരം എന്ന പ്രിയ കുടുംബത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. താങ്ക് യു. സ്തോത്രം.